ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. BS6 മോഡലാണ്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റാനായിട്ട് കേട്ടോ. ബാക്കിലെ ബ്രേക്ക് ഷൂ അത്യാവശ്യം തേയ്മാനമായിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലെ ബ്രേക്ക് ഷൂ മാറണം, അതുപോലെ ചെയിൻ സ്പോക്കറ്റ് മാറാൻ മതിയായിരുന്നു. അപ്പോൾ ചെയിൻ ഫുൾ സെറ്റായിട്ടാണ് വരിക. ഈ 2 സ്പോക്കറ്റ്, ഈ ഒരു വലിയ സ്പോക്കറ്റും ഈ ചെറിയ സ്പോക്കറ്റും അതുപോലെ ചെയിനും. ആ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് മാറണം. അതുപോലെ വീലിൻ്റെ ഈ ഡാമ്പർ അത്യാവശ്യം പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീൽ ഡാമ്പർ നമുക്ക് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 6 വോൾട്ടിൻ്റെ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 6 ആമ്പറിൻ്റെ. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്നപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം വോൾട്ട് ഉണ്ട്, 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പച്ച ലൈറ്റാണ് കത്തിരിക്കുന്നത്. അത് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്ത് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഡിസ്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ വേറെ അങ്ങനെ ഓടിച്ചു വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. മെയിനായിട്ട് ആ ചെയിനും സ്പോക്കാണ്. ചെയിൻ്റെ ഭാഗത്തുള്ള ഒരു സൗണ്ടാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റും ബാക്കിൽ ബ്രേക്കും എഞ്ചിൻ ഓയിൽ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.